ഗുണ്ടാ നേതാവ് അലുവാദുലിന്റെ കൊലപാതക കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണല്ലോ. 87 ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിലൊടുവിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകമാണ്. തിരക്കേറിയ റോഡിൽ ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അത്രയ്ക്കൊരു ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു. എന്താണ് ഈ കുറ്റപത്രത്തിൽ പറയുന്ന വിവരങ്ങൾ? 2026 മാർച്ച് മാസം 14-ാം തീയതി കരുനാഗപ്പള്ളി പുതിയ കാവിലെ നയറ പെട്രോൾ പമ്പിന് മുൻവശം മറ്റൊരു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് മടങ്ങുകയായിരുന്ന അലുവാദുൽ എന്ന് പറയുന്ന ഓച്ചിറ മഠത്തിൽക്കാരായ്മ കൃഷ്ണവിലാസത്തിൽ അതുൽ അശോക് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിനെ അതിക്രൂരമായി വഴിയരികിൽ വെച്ച് മറ്റൊരു ഗുണ്ടാ സംഘം കൊലപ്പെടുത്തുന്നു. ഇതായിരുന്നു ക്രൂരമായിട്ടുള്ള അലുവാദുലിൻ്റെ കൊലപാതകം. ഒരു പട്ടാപ്പകൽ നടക്കുന്ന സംഭവം, ധാരാളം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യമാകമാനം ഒരു ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുണ്ടാകുന്ന ഒരു കൊലപാതകം എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് അലുവാദുലിൻ്റെ കൊലപാതകം. ഈ ഒരു കേസിൽ 15 പ്രതികളാണ് ആകെയുള്ളത്. ഇതിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിലെ 13 പ്രതികളെയും പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ജാമ്യം കിട്ടും. അതൊഴിവാക്കാനാണ് കൃത്യമായിട്ട് 87 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ 1500 പേജുള്ള 211 സാക്ഷികളടങ്ങുന്ന 200-ലധികം തെളിവുകൾ അടങ്ങുന്ന ഒരു വിശദമായിട്ടുള്ള കുറ്റപത്രം കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കാരണം ഇവർക്ക് സ്വാഭാവികമായിട്ട് ജാമ്യം ലഭിച്ചാൽ പല അപകടങ്ങളുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കരുനാഗപ്പള്ളി മേഖലയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഗുണ്ടാ കുടിപ്പക തന്നെയാണ്. കാരണം 2025 മാർച്ച് മാസം 27-ാം തീയതി ജിം സന്തോഷ് എന്ന് പറയുന്ന ഓച്ചിറ പടനായർ കുളങ്ങര താച്ചയിൽ മുക്ക് വീട്ടിൽ ജിം സന്തോഷ് എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ടാ നേതാവിനെ ഈ അലുവാദുൽ എന്ന് പറയുന്ന അതുൽ അശോക് എന്ന് പറയുന്ന ഈ ഗുണ്ടാ നേതാവ് ഇയാളുടെ സംഘവുമായി ചേർന്ന് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇയാളുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയൊക്കെ ആധാരം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് വർഷങ്ങളായി കരുനാഗപ്പള്ളി മേഖലയിൽ നീണ്ടു നിൽക്കുന്ന ഗുണ്ടാ കുടിപ്പകയുടെ മറ്റ് പല കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതായിരുന്നു ഈ ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണം. ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനീർ എന്ന് പറയുന്ന വ്യക്തി ഈ ജിം സന്തോഷിനെ 2026 മാർച്ച് മാസം 27-ാം തീയതി കൊലപ്പെടുത്തി മടങ്ങി വരുന്ന ഇവർ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഒരു നൈറ്റ് കടയുടെ മുന്നിൽ ആഹാരം വാങ്ങി മടങ്ങുകയായിരുന്ന അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ച അനീറും ഈ അലുവാദുലും തമ്മിൽ 13 വർഷങ്ങൾ മുൻപ് നീണ്ട ഗുണ്ടാക്കുടിപ്പകയുടെ ചരിത്രമുണ്ട്. അതിൻ്റെ കാരണം ജിം സന്തോഷിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു അനീർ എന്ന് പറയുന്ന ഈ ഒരു കടത്തൂർ സംഘത്തിലെ പ്രധാനിയായിരുന്ന ഈ ഗുണ്ട. ഇവർക്ക് പ്രധാന എതിരാളി ഓച്ചിറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിനോദ് എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ടാ നേതാവ്. അങ്ങനെ ഇവരും ഈ ജിം സന്തോഷും ഓച്ചിറ വിനോദും തമ്മിലുണ്ടായ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് അനീറിനെ ജിം സന്തോഷ് ഈ ഓച്ചിറ വിനോദിനെ വിരട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയക്കുന്നു. അവിടെ വെച്ച് വിരട്ടുന്നതിനിടെ ഓച്ചിറ വിനോദിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന അതുൽ അശോക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അലുവാദുലിന് അവിടെ വെച്ചും അനീറിൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്തു നിന്നും മർദ്ദനമേൽക്കുന്നു. ഇതിനെ തുടർന്ന് വർഷങ്ങളായി നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന പക, ആ പകയുടെ ഒടുവിൽ മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കും. ഇതിലേക്ക് പങ്കജ് മേനോൻ എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ടാ നേതാവ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ അലുവാദുൽ ജിം സന്തോഷിനെ 2025 മാർച്ച് മാസം 27-ാം തീയതി ഇയാളുടെ വീട്ടിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇത് കേരളത്തെ ആകെ ഞെട്ടിച്ച മറ്റൊരു ക്രൈമായിരുന്നു. കാരണം അർദ്ധരാത്രി 2:30 ഈ പടനായർ കുളങ്ങരയിലെ ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ഈ സംഘം വീടിൻ്റെ വാതിൽ വടിവാൾ കൊണ്ട് വെട്ടിപ്പൊളന്ന് അകത്തേക്ക് കയറുന്നു. ഇവിടെ ഒരു മുറി തകർത്ത് അകത്ത് കയറുമ്പോൾ ഇയാളുടെ പ്രായമായ അമ്മയാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു മുറിയിൽ ഈ ഗുണ്ടാ നേതാവ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സന്തോഷ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു സന്തോഷിനെ ഇവർ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു. ഇവരുടെ അലുവാദുലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കൂടും ഉപയോഗിച്ച് എതിരാളിയുടെ കാലടിച്ച് തകർക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്കുണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജിം സന്തോഷിൻ്റെ തുടയിലും കാലും അടക്കം ഈ പാറമടയിൽ ഉപയോഗിക്കുന്ന കൂടം ഉപയോഗിച്ച് അതിക്രൂരമായിട്ട് തല്ലി തകർക്കുന്നു. അങ്ങനെ ചോര വാർന്നാണ് ജിം സന്തോഷ് മരണപ്പെടുന്നത്. അതിനുശേഷം ഇവർ ഈ കൃത്യം നടത്തി പോകുന്ന പോക്കിലാണ് വവാക്കാവിൽ വെച്ച് അനീറിനെ ഈ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ഇയാൾ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. അതിനിടെയാണ് തക്കം പാർത്തിരുന്ന അനീറിൻ്റെ കടത്തൂർ സംഘം, കടത്തൂർ ബ്ലാക്ക് വിഷ്ണു എന്നറിയപ്പെടുന്ന അനീറിൻ്റെ സംഘത്തിലെ മറ്റു പല ഗുണ്ടകളും ചേർന്ന് ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കി ഈ അലുവാദുൽ ജിം സന്തോഷ് വധക്കേസിൽ ജയിലിൽ പോയി ഇറങ്ങുന്നത് 2026 മാർച്ച് മാസം 6-ാം തീയതിയാണ്. കാരണം ഇതിനോടകം തന്നെ ജയിലിലേക്ക് പോകുന്ന അലുവാദുൽ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ വൈകുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം ജയിൽ വാർഡനെ മർദ്ദിച്ച സംഭവമുണ്ട്, ജയിലിലെ കമ്പ്യൂട്ടർ അടിച്ച് തകർച്ച സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ
ഈ കേസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി കോടതിയിൽ നിൽക്കുമ്പോൾ റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അങ്ങനെ 2026 മാർച്ച് മാസം 6-ാം തീയതിയാണ് ഇയാൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത്. അങ്ങനെ ജാമ്യത്തിലിറങ്ങി ജാമ്യ നടപടികളുടെ ഭാഗമായാണ് ഈ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട ഒപ്പിടാൻ വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ദിവസവും ഹാജരായി ഒപ്പിടണമെന്ന ജാമ്യ വ്യവസ്ഥ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ വാഹനം പിന്തുടർന്ന് ഈ പോലീസ് സ്റ്റേഷനുകൾക്ക് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് ഇങ്ങനെ കരുനാഗപ്പള്ളി പുതിയകാവിനടുത്തുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ അലുവാതുൽ സഞ്ചരിച്ചിരുന്ന KL 23W66 എന്ന നമ്പറിലുള്ള സ്വിഫ്റ്റ് കാർ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്തേക്ക് പുറകിൽ വന്ന ഹരിയാന രജിസ്ട്രേഷൻ ഇന്നോവ കാറിൽ തട്ടിയിട്ട് ഈ കാറിലുണ്ടായിരുന്ന അലുവാതുലിനെയും സുഹൃത്തിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ഇതിൽ അലുവാതുലിൻ്റെ നേർക്കുണ്ടായ ആക്രമണമായിരുന്നു ഏറ്റവും ക്രൂരമായിട്ടുള്ളത്. ഇയാൾക്ക് തടയുന്നതിൻ്റെ കൈക്ക് വെട്ടേൽക്കുന്നു. ഇയാളുടെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഈ കാല് സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയിൽ കുരുങ്ങുന്നു. അങ്ങനെ ഇയാളുടെ കാൽ വലിയ മുറിപ്പാടുണ്ടാക്കി ഇയാളെ വലിച്ച് പുറത്തേക്കിട്ട് തലയിൽ വെട്ടി പിളർന്ന രീതിയിലായിരുന്നു ഇയാളുടെ തലയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിദാരുണമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടായത്. ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേവലം ജിം സന്തോഷിൻ്റെ വധം മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് കരുനാഗപ്പള്ളിയിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ആ മേഖലകൾ അടക്കി വാഴുന്ന ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഗുണ്ടാ കുടിപ്പകയുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. യോച്ചിറ വിനോദിനെ ജിം സന്തോഷിൻ്റെ നിർദ്ദേശാനുസരണം അനീർ ആക്രമിക്കാൻ പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ താക്കീത് നൽകാൻ പറഞ്ഞയക്കുമ്പോൾ യോച്ചിറ വിനോദിൻ്റെ സംഘത്തിൽപ്പെട്ട ഒരു അത്ര പ്രായമാകാത്തൊരു സാധാരണ ഗുണ്ട അല്ലെങ്കിൽ ഗുണ്ടകളോട് പ്രചോദനപരമായിട്ടുള്ള രീതിയിൽ ഗുണ്ടാസംഘത്തിൽ ചേരാൻ ഒരുപാട് വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കാരണം ഈ റീൽസിലൂടെ ഗുണ്ടകൾക്ക് വലിയ ജനപ്രീതി കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഗുണ്ടകളുടെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ട് ഇവരുടെ സംഘത്തിൽ ചേരണം, തങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇവർ തങ്ങളെ സഹായിക്കാൻ വരുമെന്നൊരു ചിന്തയിൽ വിദ്യാർത്ഥികൾ അടക്കുന്ന ഒരു സംഘം ഇവരുടെ കൂട്ടത്തിലേക്ക് പോകുന്നൊരു പ്രവണത ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓച്ചിറ വിനോദിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന അന്നത്തെ ചെറിയ ഗുണ്ടയായിരുന്ന അലുവാതുലിനെ അന്ന് അനീർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് ഇരുവരും തമ്മിലുള്ള ജിം സന്തോഷിൻ്റെ വധത്തിലേക്ക് നയിച്ചത്. പിന്നീട് അനീറിനെ അലുവാതുലിനെ കൊലപ്പെടുത്തുന്ന കാരണത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള കാരണങ്ങളാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് തന്നെ കരുനാഗപ്പള്ളി മേഖല എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വലിയ ഈ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ അവിവാഹിതരായ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാത്ത സാഹചര്യം പോലും നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയെന്നൊക്കെ പറയും. പക്ഷേ അത്തരത്തിലൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വയനകവും ഓച്ചിറയും കടത്തൂരും പോലുള്ള മേഖലകളിൽ ഈ ഗുണ്ടാ കുടിപ്പക ഇപ്പോഴും നിലനിൽക്കുന്ന മേഖലകളിലേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ അവരുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നതൊരു വസ്തുത കൂടിയാണ്. എന്തായാലും ഏറെക്കാലമായി വലിയ ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് ഈ ഓച്ചിറ കരുനാഗപ്പള്ളി മേഖല എന്ന് പറയുന്നത്. അവിടെ പല കരകൾ തമ്മിലുള്ള ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രധാനമായിട്ടും ഈ സംഘടനകളുടെയൊക്കെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളുടെയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ കുടിപ്പകയുടെ ചരിത്രം തുടങ്ങുന്നത്. അതിനൊടുവിലാണ് ഇത്തരത്തിൽ പലരും ഗുണ്ടാ നേതാക്കളിൽ പലരും ഇങ്ങനെ വഴിയരികിൽ വെട്ടേറ്റ് വീഴുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത്. അതിൽ തന്നെ ഇപ്പോൾ 1500 പേജുള്ള കുറ്റപത്രം. ഇനി ഇവർ സ്വാഭാവികമായിട്ട് ജാമ്യത്തിൽ പോയാൽ മറ്റൊരു അക്രമ സംഭവം ഉണ്ടായേക്കും. അതുകൂടി ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ വേഗതയിൽ 87 ദിവസങ്ങൾക്കുള്ളിൽ വിശദമായിട്ടുള്ളൊരു കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ശരി.